വെൽക്കം ടു സുറാപ്പി സർവർ. എന്തിനാണ് ഈ സർവറിന് സുറാപ്പി എന്നിട്ടത് എനിക്കിപ്പോഴും അറിയത്തില്ല. കാരണം ഞാനാണ് ഈ സർവറിൻ്റെ പേരിട്ടത്. ഇത് ഞാനും ജിങ്കുടുവും പിന്നെ SV കാമി ഞങ്ങൾക്കൊക്കെ ലെറ്റ്സ് പ്ലേ ആയിട്ട് കളിക്കാൻ വേണ്ടി ഒരു പുതിയ സീരീസ് തുടങ്ങിയാണ് ഈ സർവർ, ഇൻ ഓൺലി ജാവ പ്ലേയേഴ്സ്. ആൻഡ് ഇതൊരു പ്രൈവറ്റ് സർവറും കൂടിയാണ്, നമ്മുടെ പഴംപൊരിയൊക്കെ പോലെ. ആൻഡ് ഇതിനെ നമുക്ക് ട്രോൾ അസംബ്ലി എന്നും കൂടി വിശേഷിപ്പിക്കാം. ഇതിൽ ഓണേഴ്സായ ഞങ്ങളുടെ ടീമിൻ്റെ പേരാണ് ടീം സൂന. ഞാൻ ഇട്ട പേരല്ല കേട്ടോ ഗൈസ്, ജിങ്കുർ ഇട്ട പേരാണ്. ആൻഡ് നിങ്ങൾക്ക് ജിങ്കുടൂരെ അറിയാമെങ്കിൽ അറിയാം, പുള്ളിക്കാരൻ ടീമിന് പേരിടാൻ വൻ കഴിവാണ്. ഞാനങ്ങനെ സർവൈവ് കയറിയിട്ട് ഒരു പണിയില്ലാണ്ട് ചുമ്മാ തേരാ പാരാ നടക്കുമായിരുന്നു. ബ്രോ വില്ലേജസിന്റെ കൂട്ടുകളെ നശിപ്പിക്കില്ല ബ്രോ, പാവം വില്ലേജസ്. നമ്മൾ ഈ വലിയ ക്രീറ്റിന് മുമ്പ് പെട്ടെന്ന് അവര് ബേസ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഞാൻ ജിങ്കുഴുവിനെ അങ്ങനെ മീറ്റ് ചെയ്തു. അപ്പൊ എന്താണ് പരിപാടി ലൈഫിൽ? എന്താണ് പരിപാടി? അങ്ങനെ ഞാൻ കുറച്ച് കൊബിൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവനും കുറച്ച് കൊബിൾ സ്റ്റോൺ കൂടി മൈൻ ചെയ്തു. ഞാൻ അവന് വേണ്ടിയിട്ടായിരുന്നു അവിടെ കുറച്ച് കൊബിൾ സ്റ്റോൺ അധികം മൈൻ ചെയ്തത്. കറക്റ്റ് ടൈമിൽ സോഡ് ഉണ്ടാക്കിയോണ്ട് ഒരു സീനുമില്ല. ഇതെന്താണ് പ്രവൻ ചാവാത്തത്? സീരിയസ്ലി ബ്രോ, ഫുഡ് ഇല്ലാണ്ട് ഒരു പിന്നെ ഇത് ബേസിക്കലി കസ്റ്റം സീഡ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് 4 പേരുണ്ട്, 4 പേർക്ക് 4 വില്ലേജ് ഉണ്ട്. വീട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മോനുസിന്റെ സെക്കൻഡ് ചാനൽ വരെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അവന്റെ 2 ചാനലിന്റെയും ഇത് ഞാൻ കൊടുത്തേക്കാം. മോനുസ് ബേസിക്കലി നമുക്കൊന്ന് ജസ്റ്റ് ഗിയർ അപ്പ് ആവണം. ഇന്നത്തെ വീഡിയോ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് ഗിയർ അപ്പ് ആവണം. നമുക്ക് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യണം. മോനുസിന് ഒരു വട്ടം വെറുതെ ഒന്ന് കൊല്ലണം, അത്രേ ഉള്ളൂ. എടാ മോനുസേ, പിന്നെ നീ എന്ന് അയങ്കോളത്തെ ഒന്ന് കൊല്ലണം കേട്ടോ. ഞാൻ കൊല്ലാന്ന് വിചാരിച്ചാണ് ബ്രോ, പക്ഷെ അടിച്ചിട്ട് വാ കൊന്നോണ്ടിരിക്കാണോ? ഞാൻ വരുന്നു. അല്ല അയങ്കോളത്തിന് ഹെൽപ്പ് ചെയ്യണം. ബ്രോ വരണ്ട കാരണം അയൺ മത്താനല്ലേ കിട്ടുന്ന 50-50 അയൺ നമുക്ക് സെറ്റ് ആക്കാം. ബ്രോ പേടിക്കല്ലേ. നിനക്ക് കിട്ടുന്ന 5 അയണാണ്, നീ ഇങ്ങനെ 50 ആക്കും. ഞങ്ങൾ 2 ചളിയൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരുന്നു. നമ്മളെ വില്ലേജിൽ നിന്ന് ലൂട്ടാൻ പറ്റുന്ന മാക്സിമം ലൂട്ടണം, കാരണം ഇവിടെ പിന്നെ ഇനി പ്ലേയേഴ്സ് ഒക്കെ വരാനുള്ളതാ. പിന്നെ നമ്മുടെ മോനുസ് ഭയങ്കര വൈബാണ് കേട്ടോ. കണ്ട അറിയാൻ വൈബാണ്. അതൊക്കെ അത്ര ഉള്ളു മച്ചാനെ. ബേസിക്കലി എന്റെ കൂടെ ഉള്ള എല്ലാം ഉണ്ടല്ലോ. വീഡിയോ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് എന്റെ പൊന്നെ മലപ്പുറം കാത്തി ഗോവിന്ദ, പിന്നെ വീഡിയോ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അരിവ കൃഷ്ണൻ ഏമ്പക്കം വീഴുന്ന കണക്ക് എല്ലാം സംസാരിക്കുന്നത്, ഞാൻ ഉൾപ്പെടാം. കളിയാക്കരുത് ബ്രോ, എല്ലാം നമ്മളെ റെസ്പെക്ട് all Indians are my brothers and sisters. I love my country because I am also a country. എന്റെ ഈ സ്റ്റൈൽ അല്ലേ എടാ നമുക്കേ പറയാം ഇപ്പൊ തന്നെ നല്ല റൈസ് മാത്രമേ വളർന്നു ബ്രോ. എന്റെ കയ്യിൽ അയണാക്സ് ഇപ്പൊ തന്നെ ഒരു ഷീൽഡായി. ബേസിക്കലി ഇതൊരു ട്രോൾ സർവറാണ്. സോ മോൻസിനെ ട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്രോൾ അസംബ്ലി ഒക്കെ പോലെ അല്ലേ? ഇതൊരു ട്രോൾ അസംബ്ലി ഒക്കെ പോലെയായിരുന്നു. അത് ഇതിൽ മിക്കവാറും ജിങ്കുടും ആയിരിക്കും എന്നെ ട്രോൾ ചെയ്യുന്നത്, കാരണം ബേസിക്കലി ഐ മീൻ റൂട്ട് സബുള്ള എന്റെ കൂടെ കളിക്കാവുന്നതാണ്. സുനയല്ല സുനയല്ല സുനാപ്പി സർവർ. ഗൈസ് വെൽക്കം ടു സുനാപ്പി.
സുറാപ്പി സുറാപ്പി. അപ്പൊ എന്റെ ഇൻട്രോ സെറ്റ് ഹലോ സുനാപ്പിലേക്ക് എല്ലാവരും സ്വാഗതം. അത് ഓരോരുത്തരുടെ കോട്ട അങ്ങനെ അങ്ങനെ പോവാം. ബ്രോക്കറിന്റെ സ്കിൻ കാണാൻ പറ്റുണ്ടോ? ഓ ബേസിക്കലി ഇവന്റെ തല എന്റെ തല ഒരുപോലെ ഒരു 5 വർഷം അച്ഛമ്മ. എന്റെ പണ്ടത്തെ സ്കിന്നാണ് ഗൈസ് ഇവനെ കിട്ടിയിരിക്കണത്. സില്ലി ഫെലോസ്. അല്ലല്ല ഞാൻ പണ്ടിങ്ങനത്തെ ഞാൻ പണ്ടേ ബേസിക്കലി ഇവനെക്കാളും മുമ്പ് ഈ സ്കിന്നൊക്കെ കേട്ടോ. നോ ബ്രോ ദിസ് സ്കിന്നൊക്കെ നമ്മള് ഇത് ബേസിക്കലി എന്നെ ആരും ഈ റോസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ ടീംമേറ്റ്സ് തന്നെ എന്നെ റോസ്റ്റ് ചെയ്തത്. ബേസിക്കലി ഞാനൊരു ആടായി മാറിയിരിക്കുകയാണ്. ഓ എല്ലാം ആകുന്ന സംഭവ പരിപാടിയൊക്കെ ഇതിനകത്തുണ്ടല്ലേ ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാം, തലവേദന ഉണ്ട് ഗൈസ്, നല്ല തലവേദന ഉണ്ട്. സോ അതിന്റെ ഒരു പ്രശ്നം നമുക്ക് കാണും. സോ എന്തൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അയ്യോ എന്നും മണ്ടത്തരം കാണിക്കുന്നേ, അടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുക. ഓക്കെ കമോൺ ബ്രദർ. എടാ മൈൻക്രാഫ്റ്റ് പുതിയ ടൈപ്പ് വീടൊക്കെ ഇറങ്ങി കേട്ടോ. ഞാൻ ഈ ടൈപ്പ് വീട് ആദ്യമായിട്ടാണ്. ശരിക്കും ഈ പുള്ളി കിച്ചൺ ഉള്ള വീടാ. കിച്ചണുള്ള വീടോ? കിഡിങ് മീ? വാ നിന്നെ എത്ര നേരം പിടിക്കണുണ്ട്. അയ്യോ അതെ, പക്ഷേ ഞാൻ ഒരുവട്ടം ചത്തതുള്ളത് കറക്റ്റാ. പക്ഷെ ചത്തത് പിങ് കാരണമായിരുന്നു ഗൈസ്. റിയലി ഇതെന്ത് പണ്ടാരം ഇത്? പിങ്ങൻ ടിഷ്യൂ കാരണം ചത്തത്, അല്ലാണ്ട് ബ്രോ റിയലി ഫാ. എന്ത് എന്ത് പറ്റി? എന്ത് പറ്റി? അടുത്ത നിന്റെ ഊഴം. ചാവാ റെഡി ആയിക്കോ. ഒരാൾക്ക് കിടന്നാ മതിയോ? ഈ സെർവറിലെ ഫസ്റ്റത്തെ നൈറ്റ് ഞാനാണ് ഗൈസ് സ്കിപ്പ് ചെയ്തത്. സെർവർ നല്ല പിങ് ഉണ്ട്, മാറിക്കടാ. ഇത് എത്ര വില്ലേജ് ആണ്? 4 വില്ലേജ് ഉണ്ട്, 3 പ്ലെയിൻസ്, ഒരു 4 വില്ലേജ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ എത്ര വില്ലേജ് കണ്ടു. നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. റീപ്ലേ മോഡ് കാണിച്ചാൽ മതി, അല്ലാണ്ട് ഞാൻ കാണാൻ പോണമെന്നില്ല. അല്ല ട്രോളസംബി അല്ലേ? ട്രോളസംബി അത് ട്രോളുകൾ നമ്മുടെ പ്രവർത്തിയിലാണ്. നോട്ട് ഫോർ ഊക്കലി ഇംഗ്ലീഷ് ഭയങ്കര സീനാണ്. ഊക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുമ്പോഴാണല്ലേ വിഷമം. ഇനി നമ്മൾ ഊക്കത്തില്ല. ഇനി ഫുൾ ഫോക്കസിങ് ഗെയിം അല്ലേ? അല്ല, നമ്മൾ ഫുൾ ഫോക്കസിങ് ഗെയിം. അതല്ലേ ഞാനും പറഞ്ഞത്. നമ്മൾ പറയുന്ന വ്യത്യാസമുണ്ട്. ഞാൻ പറയുമ്പോ ഞാനാ പറയുന്നത്. ഓ സബ്സ്ക്രൈബ് ഫോർ ജിങ്ക്ഡു ഫോർ മോർ ചളി. പറ്റിയുള്ള പുതിയ വീഡിയോസ് ഒക്കെ അവനെ ഇൻക്ലൂഡ് ചെയ്യണോ അതോ അവനെ എടുത്ത് എറിയണോ എന്നുള്ളതിന് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഫസ്റ്റ് റൗണ്ട് ബേസിക്കലി അവനെ കളയണോ വേണ്ടെന്നുള്ള കമന്റ്സ് നിങ്ങൾ ചെയ്യുക. അതിനോട്ട് ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടും. ചിലപ്പോ ജിങ്കുട് കമന്റ് സെക്ഷൻ എന്നിട്ട് പറയും ജിങ്കുട് പോലും കുഴപ്പമില്ല, മോനൂസ് വേണം ചിലപ്പോ പറയാം. എനിക്ക് അത്രയും കഴിവുള്ള പയ്യനാണ്. പിന്നെ അല്ല നമ്മള് പിന്നെ എടാ എന്റെ സബ് ചെയ്തതിന് മോനൂസിന്റെ കഴിവുള്ള പയ്യൻ. പിന്നെ അല്ല മച്ചാനെ, നമ്മള് പിന്നെ മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി ഭരിക്കുന്ന ഏറ്റവും വലിയ പ്രോ പ്ലെയർ ആണ്. കേരള മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി തന്നെ. സീരിയസ്ലി എടാ നിനക്ക് ഈ ലേറ്റസ്റ്റ് ടെസ്റ്റ് ഇഷ്ടപ്പെട്ടോ? എനിക്ക് അത്രയും പിടിച്ചിട്ടില്ല. സീരിയസ് ആയിട്ട് പറയാം, പുതിയതാണെങ്കിൽ എനിക്ക് അത്രയും പിടിച്ചിട്ടില്ല. എടാ ബേബി സോംബി പോട്ടെ, നീ ആ വില്ലേജറിന്റെ തല നോക്കിയേ. എടാ എനിക്ക് ഒരു മാറ്റവും ഇല്ല. അത് നിന്റെ വല്ല മോഡിന്റെ വല്ല ഇഷ്യൂ ആയിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ വെർഷൻ ഏതാ? എന്റെ വെർഷൻ 1 എത്രയോ 1 എന്നറിയാട്ടോ. നീ എവിടാ? ഞാൻ പറയട്ടെ, എനിക്കൊരു പീസ്ഫുൾ ശാന്തമായ ബേസ് ആണ് വേണ്ടത്. ബേസിക്കലി എനിക്ക് ചെറിയ ബ്ലോസം ഭയങ്കര ഇഷ്ടമാണ്. സോ അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്. പീസ്ഫുൾ ബ്രോ, പീസ്ഫുൾ, കംപ്ലീറ്റ്ലി പീസ്ഫുൾ. അത്യാവശ്യം എല്ലാം തൂക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
അവൻ എനിക്കൊന്ന് ലൂട്ടാൻ പോലും തന്നില്ല. അവൻ ഭയങ്കര സ്പീഡാണ്. എന്റെ കയ്യിൽ ഒരുപാട് സ്റ്റാക്ക് ഉണ്ട് കേട്ടോ, ഒരുപാട് സ്റ്റാക്ക്. ഇപ്പൊ തന്നെ 3 സ്റ്റാക്ക് കഴിഞ്ഞേ, ഇനിയുണ്ട്. ഒരു സ്റ്റാക്ക് കഴിഞ്ഞ് തന്നേര്. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇല്ലെങ്കിൽ 3 സ്റ്റാക്ക് കഴിഞ്ഞു ബ്രദർ. റെഡോ ബ്രെഡ് നീ എന്തൊരു തീറ്റയാണോ? എടാ ഇപ്പൊ ഇതേ കൃത്യം 4 സ്റ്റാക്ക് ബ്രെഡ് എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഈ സർവർ ഏറ്റവും നന്നായിട്ട് തൂക്കാൻ പോണത് ആരാ നിങ്ങൾ കമന്റ് ചെയ്യുക. ബേസിക്കലി അതാരാ പോകുന്നത്? റാൻഡം പ്ലെയർ? നോ, ദാറ്റ്സ് ഇപ്പൊ ബേസിക്കലി ഈ സെർവർ എന്ന് പറയുമ്പോൾ തന്നെ ട്രോളും പിന്നെ പീസ്ഫുള്ളും, അതാണ് മെയിൻ ആ ഒരു ലക്ഷ്യം. പിന്നെ ഇത് പ്രൈവറ്റ് ആണ്. സോ ഇനി കമന്റ് സെക്ഷനിൽ ഒരുത്തമ്മൻ എന്നെ ആഡ് ആക്കോ എന്ന് ചോദിക്കരുത്. ആഡ് ആക്കണം എന്നൊക്കെ ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് സെർവറിൽ കളിക്കണം, ഏതൊരു സെർവറിൽ ഞങ്ങളിപ്പോൾ കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പബ്ലിക് സെർവർ ഞങ്ങൾ സെറ്റ് ആക്കുന്നതായിരിക്കും. അല്ലടാ ജിങ്കു. എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടുന്ന് ലൂട്ടേണ്ടൊക്കെ ലൂട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. വലിയ ലൂട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി ബാക്കി എടാ കുറച്ച് വെച്ചേക്കെട്ടടാ, കാരണം ഇനി വരാൻ പോകുന്നതിനും കുറച്ചുകൂടെ നക്കാനൊന്നും വേണ്ട. അപ്പൊ അവനോട് വെച്ചേക്കാം. നമുക്ക് ഇനി വല്ല ദൂരെ പോയിട്ട് ബേസ് സെറ്റ് ആക്കുന്നില്ല, ബേസ് വെക്കേണ്ട സ്ഥലം സെറ്റ് ആക്കാം. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ ഒരു ബേസ് ഉണ്ടാക്കാം. നമുക്ക് ദൂരോട്ട് എവിടെയെങ്കിലും പോവാം. ചെറിയ ബോസ് ചെറി ബ്ലോസം വേണമെന്നുണ്ട്, പക്ഷെ ഇവിടെ തൊട്ടടുത്ത് ചെറി ബ്ലോസം ഇല്ല. നമുക്ക് ഒത്തിരി ദൂരെ പോകാൻ പറ്റത്തില്ല, കാരണം വില്ലേജിൽ നിന്ന് വെച്ചാൽ തൊട്ടടുത്ത് വേണം. കാരണം നമുക്ക് അയൺ ഫാമും ട്രേഡിങ്ങുകളൊക്കെ ബിൽഡ് ചെയ്യണ്ടേ. ബേസിക്കലി ഇത് എന്റെ ചാനലാണ്, പക്ഷെ സംസാരിക്കുന്ന ദൂരം അവനാണ്. ബേസിക്കലി നീ അത് പറയുമ്പോ ഫേസ് ക്യാം വെക്കണം കേട്ടോ, നല്ല രസമായിരിക്കും. നമ്മളെ ഫേസ് ക്യാം, ഫേസ് റിവീലൊക്കെ വരുന്നേ ഉള്ളു. സർപ്രൈസ് ഫേസ്. നിങ്ങൾക്ക് മോനുസിന്റെ ഫേസ് റിവീൽ കാണണോ? കമന്റില് പിന്നെ അവനൊരു 10 പേര് ഫേസ് റിവീൽ എന്നും പറഞ്ഞ് ഡെയിലി കമന്റ് ഇട്ടാലേ അവൻ ഫേസ് റിവീൽ ചെയ്യുന്നത്. പിന്നെ എന്റെ എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയോ ഫേസ് റിവ്യൂന്ന്? ഡെയിലി കമന്റ് ചെയ്തോ? ഞാൻ ഉദാഹരണം ഒരു സംഭവം കഴിച്ചിട്ടെ, ഈ വീഡിയോയില് ഒരു 5 കമന്റ് വരുക ഫേസ് റിവീൽ ചെയ്യാന്ന് പറഞ്ഞ 5 കമന്റ് വന്നു. അത് ഒരാൾ തന്നെ ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ. ഈ വീഡിയോയില് 5 കമന്റ് ഫേസ് റിവീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഫേസ് റിവീൽ ചെയ്യും. വെറും 5 അവന്റെ തന്നെ. അല്ല പിന്നെ എനിക്ക് ഫേസ് റിവീൽ ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞേക്കും സീരിയസ്ലി, ഞാൻ പറഞ്ഞ 5 പേര് 5 കമന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഫേസ് റിവീൽ ചെയ്യും. ഞാൻ റെഡി ചെയ്യണം. പക്ഷെ ഇത് എപ്പോഴും ഇൻഫിനിറ്റി അല്ല കേട്ടോ. ഒരു ആഴ്ച സമയം തരും, അതിനുള്ളിൽ കിട്ടണം. അതിനുശേഷം 5 കമന്റ്. ഓ അൾട്ടിമേറ്റ് ക്ലച്ച് ഒക്കെ ഇവിടെ നടന്ന്. നീ വല്ലതും അറിഞ്ഞോ? ലൊക്കേറ്റർ ബാർ വാ. നീ എന്റെ വീഡിയോ കാണാൻ മനസ്സിലാവും, അത് വലിയൊരു ക്ലച്ച് ആയിരുന്നു അത്. കാരണം പ്ലെയിൻസ് ബാ എന്റെ അടുത്തോട്ട് വാ. നമുക്ക് രണ്ടുപേർക്ക് ഒരു വണ്ടി കണ്ടൊക്കെ കളിക്കാനുള്ള കേട്ടോ. ബേസിക്കലി ഐ ആം ആൾസോ noob ബ്രോ. പിന്നെ ഞാൻ നൂബാണ്, കാട്ട് നൂബാണ്. ഈ നക്കി കഴിഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ഒന്നും വലിയ സംഭവമല്ല. ലൈക്ക് നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് PvP ആണ്. PvP എന്ന് പറഞ്ഞ സാധനം നമുക്ക് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ഒരു സീനും ഇല്ല. കാരണം ഇപ്പൊ മാനന്റ് ആണെങ്കിൽ നമ്മള് നല്ല രീതിയിൽ കിട്ടും, നോർമൽ PvP ആണെങ്കിൽ നമ്മൾ ജയിക്കും. ഈവൻ സെർവർ അല്ല അനാർക്കി സെർവറിൽ നീ കളിക്കുവാണെങ്കിൽ PvP അറിയാമെങ്കിൽ നീ അവിടെയും അടിപൊളിയായിരിക്കും. അതാ പറഞ്ഞത്, നമുക്ക് PvP അറിയാൻ നമുക്ക് നല്ല വിലയായിരിക്കും മൈൻക്രാഫ്റ്റില്. നീ അത് എന്റെ അടുത്തോട്ട് വാ, നമുക്ക് ഇവിടെ തന്നെ ചെറിയൊരു ബേസ് സെറ്റ് ആക്കാം. ലൈക്ക് ബേസ് അല്ല, ബേസ് കട്ടിലും കിടക്കൊക്കെ ഇവിടെ വെക്കാന്ന്. നിനക്ക് വില്ലേജ് കിട്ടിയെങ്കിൽ അവിടുന്ന് ലൂട്ട് ചെയ്തിട്ട് വരിക. ഹെയ്വേൽസ് എടുക്കണ്ട, നമ്മുടെ ആവശ്യത്തിന് ബ്രെഡ് ഒക്കെ ഉണ്ട്. ഹെയ്വേൽസിന്റെ ആവശ്യം നമുക്കില്ല. ഒരു മാസത്തേക്കുള്ള ഫുഡ് നമ്മുടെ ഉണ്ട്. ബേസിക്കലി നമ്മൾ ഈ സെർവറിൽ കളിക്കുന്നത് വീഡിയോ എടുക്കാനായിരിക്കും. അപ്പം ഒരാളെ കിടന്നാ മതിയായിരിക്കൂലേ? ഡേറ്റ് കളത്തിയാൻ ബ്രോ. എനിക്ക് വേണമെങ്കിൽ എനിക്ക് എന്റെ ആക്സ് ഏതെന്നറിയോ? ആണാക്സ് അറിയോ? ഇല്ലെന്നും. ഈ സെർവറിൽ ഇപ്പോ നിലവിലുള്ള റിച്ചസ്റ്റ് പ്ലെയർ ആരെന്നറിയോ? നിലവിൽ ഞാൻ. എനിക്ക് ബേസിക്കലി വാട്ടർ ബക്കറ്റ് എനിക്കും വേണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ ബ്രോ? അയൺ വേണ്ടേ?
നമുക്ക് ഗ്രൈൻഡിങ് അടുത്ത എപ്പിസോഡ് ചെയ്യാം. നമുക്ക് വില്ലേജസ് ചാവുന്ന ഒരു പേടിയില്ല. അപ്പം 4 വില്ലേജസ് ഉണ്ട്. ടീപ്പേ കണ്ടല്ലേ? എവിടെ എന്തൊക്കെ ചെയ്യാ? ഞാൻ എന്തോ ചെയ്യാൻ വന്നായിരുന്നു, മറന്നുപോയി. ചെസ്റ്റ് ഉണ്ടാക്കൽ. ഒരു 5 GB വീഡിയോ കിടപ്പുണ്ട്. ആൻഡ് എനിക്കും ചിങ്കെടുക്കും ഈ ഒരു സർവർ സ്പീഡ് റൺ ചെയ്യാതെ പതുക്കെ സോ ലോങ് പ്രോഗ്രസ് ആയിട്ട് കൊണ്ടുപോകാനായിരുന്നു ആഗ്രഹം. സോറി സോ ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ഇട്ട് തന്നെ ടാറ്റ ബൈ ബൈ. ആൻഡ് ഈ സെക്കൻഡ് അവന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അതെ സബ്സ്ക്രൈബ് ചെയ്യണം. എവരിവൺ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് നെക്സ്റ്റ് സർവർ എപ്പിസോഡ് 2 ആയിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ്.